morning all. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4th സെമ്മിന്റെ എസ്സേസിന്റെ ലെക്ചേഴ്സ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് എൻക്വയറി ഉണ്ടായിരുന്നു. ഇതില് 4th സെമ്മിലെ ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എസ്സേയുടെ ഒരു സമ്മറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഓരോ 1 by 1 സെന്റൻസ് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ അതിന്റെ ഒരു സമ്മറി, എന്താണ് ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, അതിലൂടെ ഓതർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ദ ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് an essay written by Paulo Freire, a Brazilian philosopher. So, what does the term banking concept of education means? എന്താണ് വിദ്യാഭ്യാസ രംഗത്തെ ബാങ്കിങ് കൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? So, banking concept of education is a method of teaching and learning where the students simply store the information that is received to them by a teacher. അപ്പോൾ ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെത്തേഡ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ്. അവിടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് ലഭിക്കുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. നമ്മൾ എന്താണ് ബാങ്കിൽ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പൈസ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അവരവിടെ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് പുറത്തെടുക്കും. ഇതിനെയാണ് ബാങ്ക് എന്ന് പറയുന്നത്. അതേമാതിരി ടീച്ചേഴ്സ് കുറെ ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് കൊടുക്കും, സ്റ്റുഡൻസ് അത് സ്റ്റോർ ചെയ്യും, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എക്സാമിന് അവരത് പുറത്തെടുക്കും. ഈ രീതിയെയാണ് ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. So, this concept does not promote critical thinking among students. ഇത് സ്റ്റുഡൻസിന്റെ ഇടയിൽ ക്രിട്ടിക്കൽ തിങ്കിങ്സ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. So, Paulo Freire explores the relationship between teachers and students in his essay, The Banking Concept of Education. So, what is the essay about? Essay is about the relationship between teachers and students. അതിന്റെ ഒരു കാര്യങ്ങൾ, ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ എസ്സേയിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The author specifically criticized effort to see children as depositories of knowledge. അപ്പൊ ഓതർ എന്തിനെയാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്? കുട്ടികളെ നോളജ് സ്റ്റോർ ചെയ്യാനുള്ള ഡെപ്പോസിറ്ററീസ് ആയിട്ട് മാറ്റുന്ന രീതിയെയാണ് ഇവിടെ പോളോ ഫ്രെയർ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. So it should be noted that the original publication of this essay occurred in the late 1960s. ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ എസ്സേയുടെ ഒറിജിനൽ പബ്ലിക്കേഷൻ വരുന്നത് 1960s പെഡഗോജി ഓഫ് ദ ഓപ്രസ്ഡ്. അപ്പൊ ആ കാര്യം നമുക്കറിയാം, ഒരു 2 decades മുമ്പ് വരെ ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കുട്ടികളുടെ സർഗാത്മകതയ്ക്കൊക്കെ ഇപ്പൊ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരു പാരന്റ്സ് ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ഈ ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. So, overall, the author makes the case that forcing knowledge on students will prevent them from developing critical thinking skills and will skew their understanding of the world. ഓതർ പറയുന്നത് സ്റ്റുഡൻസിന്റെ മേൽ ഇങ്ങനെ നോളജ് ഫോഴ്സ് ചെയ്യുന്നത് കുട്ടികളുടെ വിമർശനാത്മക ബുദ്ധിയെ ഇല്ലാതെയാകും. അതുപോലെ തന്നെ ലോകത്തെ കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ പരിമിതപ്പെടും. അവർക്കൊന്നും അറിയില്ല. അവർക്കൊരു കാര്യം കണ്ട വിമർശിക്കാൻ അറിയില്ല, ഒരു അനീതി കണ്ട പ്രതികരിക്കാൻ അറിയില്ല, എന്തെങ്കിലും ഒന്ന് ക്രിയാത്മകമായി ചെയ്യാനൊന്നും അറിയില്ല. അവർക്ക് ആകെ കഴിയാ ടീച്ചേഴ്സ് പറഞ്ഞത് കേട്ട് പഠിക്കും, അത് പ്രൊഡ്യൂസ് തിരിച്ചിട്ട് ആൻസർ പേപ്പറിൽ എഴുതും. അങ്ങനെയായിട്ട് കുട്ടികളായിട്ട് മാറും. സോ what does the essay focus about? The essay largely focuses on the primary shortcoming of teaching strategies. അപ്പോൾ essay എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? Primary shortcoming of the teaching strategies in use in the middle of the 19th century. അതാണ് ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. Primary shortcoming of the teaching strategies that is in use in the middle of the 19th century. 19th centuries മധ്യത്തോടു കൂടി ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചിങ് സ്ട്രാറ്റജീസിലെ പ്രശ്നങ്ങളാണ് ഈ എസ്സേയിൽ പറയുന്നത്. The author believed that students should take an active role in their education and that teachers should help them to do so. ഓതർ പറയുന്നത് സ്റ്റുഡൻസ് വിദ്യാഭ്യാസ രംഗത്ത് അവർ ആക്റ്റീവ് ആയിരിക്കണം, ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്, അവരെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമാണ്. So this constitutes one of the principal contention advanced by the research. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.
According to Paulo Freire, there are educators who are perfectly happy playing the part of the authority figure. അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേറ്റേഴ്സിൽ തന്നെ ചിലവരുണ്ട്, അതായത് അധികാരം ടീച്ചേഴ്സിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ. അവിടെ കുട്ടികൾക്ക് ഒരു റോളും ഇല്ല, കുട്ടികൾ പാസീവ് ലിസണേഴ്സ് മാത്രമാണ്. അങ്ങനെയായിട്ട് ഇതിൽ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ, നിങ്ങളുടെ ഈ 4th സെമ്മിന്റെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരു സ്കൂളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഡഫ്, ബ്ലൈൻഡ്, അങ്ങനെയുള്ള ഓരോ റോള് കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുന്ന ഒരു സ്കൂളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ പ്രാക്ടിക്കൽ നോളജാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇവിടെ എന്താണ്, കുട്ടികളുടെ ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പോലും സ്ക്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുന്ന രീതിയാണ് ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ഭയങ്കര ഒരു എന്താണ്, അവരുടെ അതോറിറ്റി ഫിഗർ ആയിട്ടുള്ള ആ ഒരു റോൾ അങ്ങ് പ്ലേ ചെയ്യും. ഫർദർമോർ, അത് കൂടാതെ ദേ വിഷ് ടു ഫോഴ്സ് ദർ ഒപ്പീനിയൻ ഓൺ ദ സ്റ്റുഡൻസ്. അവരുടെ അഭിപ്രായങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കും. കുട്ടികൾക്ക് സ്വന്തമായ വീക്ഷണങ്ങൾ ഉണ്ടാവും. അവരുടെ ജനറേഷൻ മറ്റൊരു ജനറേഷനാണ്, അവർക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ടാവും. ചിലപ്പോൾ ടീച്ചേഴ്സിനേക്കാളും ചില കാര്യങ്ങൾ കുട്ടികൾക്ക് നോളജ് ഒക്കെ ഉണ്ടാവും. അതൊന്നും നോക്കാതെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ കുട്ടികൾ അടിച്ചേൽപ്പിക്കുന്ന രീതി. നമ്മുടെ തന്നെ ഇതിൽ തന്നെ മറ്റൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ജനറേഷൻ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് വെസ്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമായിട്ട് കാണുന്നത്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ അതിനൊന്നും വലിയ റോൾ ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ എസ്സേയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഹൗവർ, ബിക്കോസ് മെനി ഓഫ് ദ സ്റ്റുഡൻസ് മേ നോട്ട് അപ്രീഷിയേറ്റ് ദ ജോയ് ഓഫ് ലേണിംഗ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിനൊന്നും വലിയ ഒരു എന്താണ് ജോയ് ഓഫ് ലേണിംഗ് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊന്നുമില്ല അവര്. They are unaware of the full negative effect to the tactics on the students. കുട്ടികളുടെ ഈ ഒരു ടാക്ടിക്സ്, ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടാക്ടിക്സ് കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഇഫക്ട്സിനെ കുറിച്ച് ടീച്ചേഴ്സും വലിയ ബോധേഡ് അല്ല അറിവില്ല അവർക്ക്. ഈ ഒരു വൺ ഓഫ് ദ ട്രാപ്സ് ടു വാച്ച് out for is this one. It should be noted that educators are still working to create strategies that can solve the issues Paulo Freire pointed out. എഡ്യൂക്കേറ്റേഴ്സ് ഇപ്പോഴും എന്താണ്, ലോകമെമ്പാടുമുള്ള എഡ്യൂക്കേറ്റേഴ്സ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. Consequently, a lot of issues raised by researchers are still relevant today. ഈ റിസർച്ചർ മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും കാലിക പ്രസക്തി ഉള്ളതാണ്. Ultimately, it is possible to accept many of Paulo Freire's claims because the author skillfully illustrate how an authoritarian teaching style can rob students of numerous opportunities for personal growth and development. ഇതിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരാളിൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന ടീച്ചിങ് സ്റ്റൈല് കുട്ടികളുടെ അവസരങ്ങളും പേഴ്സണൽ ഗ്രോത്തും ഡെവലപ്മെന്റും എങ്ങനെ നഷ്ടപ്പെടുത്തുന്നു, എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നാണ്. അപ്പോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് അങ്ങനെ നോ ലോങ്ങർ ഇംപ്ലിമെന്റ് ദ ഐഡിയോളജി, കുറെ വ്യത്യാസങ്ങളൊക്കെ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകത കൺസെപ്റ്റ് ഓഫ് ഓൾ നോയിങ് ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിനെല്ലാം അറിയാം, കുട്ടികൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതി. ദ കൺസെപ്റ്റ് ഓഫ് ദ ഓൾ നോയിങ് ടീച്ചർ ഡസ് നോട്ട് പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് നോളജ്. അവിടെ നോളജിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. സ്റ്റുഡൻസ് ആർ കൺസിഡേർഡ് കംപ്ലീറ്റ്ലി ഇഗ്നോറന്റ് ആൻഡ് ജസ്റ്റ് കണ്ടെയ്നേഴ്സ് ടു ബി ഫിൽഡ് ബൈ ടീച്ചേഴ്സ്. ഇവിടെ സ്റ്റുഡൻസിനെ ടീച്ചേഴ്സിന്റെ നോളജ് ഫില്ല് ചെയ്യാനുള്ള വെറും കണ്ടെയ്നേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് ആയിട്ട് മാറ്റുവാണ്. ദിസ് മേക്സ് സ്റ്റുഡൻസ് പാസീവ് റിസീവേഴ്സ്. കുട്ടികൾ പാസീവ് റിസീവേഴ്സ് ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. വെറുതെ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ നോളജ് ഏറ്റുവാങ്ങാനുള്ള റിസീവേഴ്സ് ആയിട്ട് കുട്ടികൾ മാറുന്നു. ആൻഡ് ദേ ലാക്ക് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അങ്ങനെ ഉണ്ടാവുന്ന സ്റ്റുഡൻസിന് ക്രിയേറ്റിവിറ്റി ഇല്ല, സർഗാത്മകതയില്ല, വിമർശനാത്മകമായ ബുദ്ധി ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത്രയാണ്, അതായത് 90s Paulo Freire is trying to explore the drawbacks in the education system that is prevalent during 19th century, during the middle of the 19th century. ആ കാലഘട്ടത്തില് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ എസ്സേയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു സമ്മറിയാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി 1 by 1 എക്സ്പ്ലനേഷൻ, അതായത് സെന്റൻസ്